എറണാകുളത്ത് മദ്യപിച്ച് സ്വകാര്യ ബസ് ഓടിച്ച 3 ഡ്രൈവർമാർ പിടിയിൽ. കലൂരിലും ഹൈക്കോടതി ജംഗ്ഷനിലും നടത്തിയ പരിശോധനയിലാണ് ഡ്രൈവർമാർ പിടിയിലായത്. വിഷ്ണുപ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, മദ്യപിച്ച് സ്വകാര്യ ബസ് ഓടിച്ചവരാണ് പിടിയിലായിരിക്കുന്നത്. നിരവധി പേരുടെ ജീവൻ വെച്ച് കളിക്കുക അങ്ങനെ തന്നെ പറയാമല്ലേ? ഇവരാരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? ഈ ഒരു പരിശോധന എപ്പോഴാണ് നടന്നത്? സന്ധ്യ, റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ന് എറണാകുളം നഗരത്തിൽ ഇത്തരമൊരു പരിശോധന നടത്തിയത്. കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും എൻഫോഴ്സ്മെന്റ് RTOയും അതുപോലെ തന്നെ കൊച്ചി സിറ്റി പോലീസിന്റെ വെസ്റ്റ് ട്രാഫിക് പോലീസിന്റെ ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു ഈ പരിശോധന ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ പരിശോധന നടന്നിരുന്നു. ഹൈക്കോടതി ജംഗ്ഷനിലും അതുപോലെ തന്നെ കലൂർ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുമായിരുന്നു ഈ പരിശോധന നടത്തിയത്. ഇതിൽ 3 നടത്തിയ പരിശോധനയിൽ മൊത്തം 3 ഡ്രൈവർമാരെയാണ്, കലൂരിൽ നിന്ന് 2 ഡ്രൈവർമാരും അതുപോലെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് 1 ഡ്രൈവറെയുമാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടികൂടിയിട്ടുള്ളത്. ഇവർക്കെതിരെ പോലീസ് ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ കേസും അതുപോലെ തന്നെ ഇവർ ഓടിച്ചിരുന്ന വാഹനം കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഇന്ന് നടത്തിയ ഈ സ്പെഷ്യൽ ഡ്രൈവിൽ വാഹനങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ബോർഡ് മറയ്ക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ച അത്തരത്തിലുള്ള സർവീസ് നടത്തിയ വാഹനങ്ങൾ, അതുപോലെ ഈ വഴി രേഖപ്പെടുത്തുന്നത് മറച്ചു വെച്ചുകൊണ്ടില്ല, അതിലൊരു വ്യക്തത ഇല്ലാത്തത്, യൂണിഫോം ഇല്ലാതെ വാഹനം ഓടിച്ച, അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ ഇന്ന് നടത്തിയ ഈ സ്പെഷ്യൽ ഡ്രൈവിൽ പിടിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ പ്രത്യേകമായി നടത്തിയത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള, പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആയിരുന്നു നടത്തിയത്. ഇതിൽ ആണ് 3 പേർ അറസ്റ്റിലായത്. മാത്രമല്ല ഇന്നിപ്പോൾ കലൂര് ബസ് സ്റ്റാൻഡിലാണ്. പക്ഷേ ഈ തിരക്കേറിയ സമയത്ത് പോലും ബസ് സ്റ്റാൻഡിൽ കയറാതെ പുറത്ത് വാഹനം നിർത്തി ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നവർ നടപടിയും ഈ ബസ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻപും ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ, അതായത് അകത്ത് കയറേണ്ട വാഹനം പുറത്ത് നിർത്തി ഈ ആളുകളെ കയറ്റുമ്പോഴെല്ലാം ഈ സൈഡിലൂടെ പോകുന്ന തിരക്കേറിയ പാതയുടെ സൈഡിൽ തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ ഈ ബസ് നിർത്തി ആളുകളെ കയറ്റുന്നത്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ അപകടങ്ങൾ നിരവധിയായിട്ടുണ്ട്. ഇപ്പോൾ അത്തരം കേസുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവർക്കെല്ലാം എതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഇതിന് നോട്ടീസ് കൊടുക്കേണ്ടതിന് നോട്ടീസ് കൊടുത്തും മറ്റു നടപടികളുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി ഇപ്പോൾ റോഡ് സുരക്ഷാ വിഭാഗം മുന്നോട്ട് പോയിട്ടുമുണ്ട്.